കുറ്റവാസനയും ക്രിമിനൽ പശ്ചാത്തലവും സുരേഷ് കുമാറിന് പണ്ട് മുതലേ ഉള്ളതാണ്. സ്ഥിരം മദ്യപാനിയും പോക്കറ്റടിക്കാരനുമാണ് അയാൾ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ശ്രീകുട്ടിയെ ഇവിടെ ആക്രമിച്ചത്. വഴിമുടക്കി നിന്നത് പ്രകോപന കാരണമായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മുൻപരിചയമില്ല, യാതൊരു പ്രകോപനവുമില്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ യുവതിയെ ട്രെയിനിൽ നിന്ന് സുരേഷ് കുമാർ തള്ളിയിട്ടതിന്റെ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. കുറ്റവാസനയും ക്രിമിനൽ പശ്ചാത്തലവും ഉള്ളയാളാണ് പ്രതി. പോക്കറ്റടിയും ചില്ലറ മോഷണവും നിരവധി. അമ്പലപ്പറമ്പിലെ ആൾക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സുഹൃത്തുക്കൾക്കൊപ്പമെത്തി മോഷണം. പിടിക്കപ്പെട്ടാൽ മോഷണവസ്തു തിരികെ നൽകി മാപ്പു പറഞ്ഞ് തടി തപ്പും. മദ്യപിച്ച് ബോധരഹിതനായി വഴിയോരങ്ങളിൽ കിടക്കുന്നതാണ് പതിവ്. ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് സുരേഷ് കോട്ടയത്തേക്ക് പോയതെന്നാണ് വിവരം. മറ്റ് തൊഴിലാളികൾക്കൊപ്പമുള്ള യാത്രയിലായിരുന്നു യുവതിക്കെതിരായ അതിക്രമം. സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി കേസെടുത്തു. അതേസമയം മകൾക്ക് കൃത്യമായ ചികിത്സ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി അമ്മ പ്രിയദർശിനി രംഗത്തെത്തി. ഞാൻ ഇപ്പൊ കയറി കണ്ടിട്ട് ഇറങ്ങിയത്. അവസ്ഥ എന്ന് പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക. ഒരു അനക്കമില്ല, ഒന്നുമില്ല. ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും സമയമായില്ലേ, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാല് എന്നെ കൊച്ചു നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. കൊച്ചുവേളിയിൽ നടിയോട് റെയിൽവേ പോർട്ടർ അപമര്യാദയായി പെരുമാറിയ വാർത്തയുടെ ചൂടാറും മുന്നെയാണ് വർക്കലയിലെ ആക്രമണം. അക്രമ സംഭവങ്ങൾ തുടർക്കഥയായതോടെ ട്രെയിൻ യാത്രക്കാരിലും ഭീതി പടരുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.